You must remember I was a 30-year-old IAS officer with 6 years experience. അപ്പോൾ ഇറങ്ങി വരുമ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനാണ് ജനിച്ചത്. ഞാനൊന്ന് IAS-ൽ ജോലി രാജിവെച്ച് ഇത് ചെയ്താലോ. ശ്വാസം മുട്ടി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരാളായതുകൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു പുറത്ത് നമ്മുടെ മേഖല തന്നെ മാറും, ജോലി മാറും, ജോലിയുടെ സ്വഭാവം മാറും. അത് അപ്പം പലതും പഠിക്കാനായിട്ടുള്ള ആഗ്രഹം. കേരള ഹാസ് ബീൻ ആക്ച്വലി ഗ്രോയിങ് ഫാസ്റ്റർ ദൻ ദ നാഷണൽ ഇക്കോണമി. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത് ചർച്ച ചെയ്യുന്നില്ല. Hello, welcome to Right Angle. Today we have Mr. C. Balagopal with us. He's a former civil servant, also a successful businessman. He's the founder of Thermo Penpol Limited. He is currently the chairman of KSIDC. Let's have a quick chat with him today. Hello sir, welcome to the show. How are you doing? I'm doing good. Thank you for having me on the show. Thank you. It's a pleasure to have you. സാറിൻ്റെ സ്റ്റോറി, സാറിൻ്റെ ഒരു മൊത്തം സ്റ്റോറി കണ്ടപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സാറിൻ്റെ IAS-ൽ നിന്ന് എൻ്റർപ്രണർഷിപ്പിലേക്കുള്ള ആ ഒരു ഡെസിഷൻ, ആ ഒരു ജേണിയാണ്. അത് എല്ലാവരും കൂടുതൽ അങ്ങനെ എടുക്കുന്നൊരു ഡെസിഷൻ അല്ല, നമ്മൾ കാണുന്നൊരു ഡെസിഷൻ അല്ല. ബിക്കോസ് എല്ലാവരുടെയും യൂഷ്വലി ഡ്രീമാണ് സിവിൽ സർവൻ്റ് ആവുക, എക്സാം ക്രാക്ക് ചെയ്യുക എന്നൊക്കെ. അവിടെ നിന്ന് എത്തിയിട്ട് ഇങ്ങനൊരു ഷിഫ്റ്റിലേക്ക് ഇങ്ങനൊരു ഡെസിഷൻ എടുക്കാനുള്ളൊരു റീസൺ എന്താ, ആ ഒരു ജേണി എന്താ? IAS-ൽ ചേർന്ന് ആദ്യം മണിപ്പൂരിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് മണിപ്പൂരിൽ നിന്ന് കേരളത്തിൽ കുറച്ച് 1-2 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷൻ വന്നു, പിന്നെ മടങ്ങി പോയി മണിപ്പൂരിൽ. ഞാൻ എല്ലാം കൂടെ ഒരു 6 വർഷം സർവീസിലുണ്ടായിരുന്നു. അപ്പം 30ാമത്തെ വയസ്സിലാണ് യാദൃച്ഛികമായിട്ട് തിരുവനന്തപുരത്ത് ഞാൻ അന്ന് മണിപ്പൂരിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ അവിടെ വന്നു. എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കായിട്ട്. അന്ന് അമ്മ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു, ചെറിയൊരു ഓപ്പറേഷന്. അപ്പോൾ അന്ന് വന്നപ്പം ഒരു ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ അടുത്ത് ഇത് 1983 അപ്പം ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അവിടെ എന്തായാലും സമയമുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് ബാലൊന്ന് പോയി നോക്കാത്ത എന്താന്ന്. അപ്പം എനിക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി നമ്മളെ റിലീവ് ചെയ്യാനായിട്ട് വേറെ ബന്ധുക്കൾ വന്നപ്പം ഞാൻ ചുമ്മാ അങ്ങോട്ട് നടന്നു ചെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടു. ആൻഡ് അവിടുത്തെ ഡയറക്ടർ ഡോക്ടർ MS വല്യത്താൻ എന്ന് പറഞ്ഞ ഒരാളാണെന്ന് കേട്ടു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കണ്ട് ചോദിച്ചു, എനിക്കൊന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അവർ അന്ന് IAS ഒക്കെ ആയതുകൊണ്ട് അവർ അപ്പോയിൻമെൻ്റൊക്കെ തന്നു. ഞാനങ്ങോട്ട് അദ്ദേഹത്തിനെ പോയി കണ്ടു. 1 മണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ചയായിരുന്നു. അതൊരു എൻ്റെ ലൈഫിലെ വലിയൊരു അനുഭവമായിരുന്നു. ഇങ്ങനത്തെ ഒരു മഹാനെ കാണാനും. ലോക പ്രശസ്തനായ കാർഡിയോതൊറാസിക് സർജനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വലിയ വിശാലമായിട്ടുള്ള വിഷൻ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനാണ് സെറ്റപ്പ് ചെയ്തത്, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് എന്തെല്ലാം പ്രയോജനം നാടിനും രാജ്യത്തിനും ഉണ്ടാവും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്ര. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വേറെ ഒരു ക്യാമ്പസ് ഉണ്ട് തിരുവനന്തപുരം സിറ്റിയുടെ വേറെ ഒരു സൈഡിൽ, മുടവമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്കൊരു വലിയൊരു ക്യാമ്പസ്, അവിടെയാണ് മെഡിക്കൽ റിസർച്ച് എല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം എൻ്റെ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ബാലഗോപാലിന് ഈ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അപ്പം നിങ്ങൾ അവിടെയും പോകാത്ത എന്താ, ഞാൻ വിളിച്ച് പറയാം അതിൻ്റെ റിസർച്ച് ഹെഡിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ അദ്ദേഹമായിട്ട് വിട പറഞ്ഞ് ടാക്സി കയറി പൂജപ്പുരയിൽ പോയി, ഈ മുടവമുകളിൽ പോയി. അപ്പോൾ അവിടെ ക്യാമ്പസിൽ ചെന്ന് ഞാൻ അവിടെ പ്രൊഫസർ AV രമണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കണ്ടു. എനിക്ക് അദ്ദേഹത്തിനെ പരിചയമില്ല, ആദ്യമായിട്ട് കാണുകയാണ്. ആ 1 മണിക്കൂർ നേരത്തെ കൂടിക്കാഴ്ചയാണ് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത്. ബിക്കോസ് എനിക്കത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇങ്ങനത്തെ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറയുമല്ലോ. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് എപ്പിഫനി. എപ്പിഫനി എന്ന് പറയുമ്പം ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. അപ്പോൾ എൻ്റെ എപ്പിഫനി വാസ് ദാറ്റ് ബോത്ത് ദീസ് മീറ്റിങ്സ്, ഡോക്ടർ വല്യത്താനുമായിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ്, പിന്നെ പ്രൊഫസർ രമണി ആയിട്ടുള്ള 2ാമത്തെ മീറ്റിംഗ്.
അപ്പോൾ രമണിയായിട്ടുള്ള മീറ്റിംഗ് ആ 1 മണിക്കൂർ കൂടിക്കാഴ്ചയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, മൈ മൈൻഡ് വാസ് ബസ്സിങ്. അത് ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. യു മസ്റ്റ് റിമെമ്പർ ഐ വാസ് എ 30-year-old IAS ഓഫീസർ വിത്ത് 6 years എക്സ്പീരിയൻസ്. അപ്പോൾ ഇറങ്ങി വരുമ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇതിനാണ് ജനിച്ചത്. ഐ മീൻ ഇറ്റ്സ് എൻ അബ്സേർഡ് തോട്ട്. എനിക്ക് ഈ ഫീൽഡ് ഒന്നും അറിഞ്ഞുകൂടാ. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന്, ഐ എം എ ഗ്രാജുവേറ്റ് ഇൻ ഇക്കണോമിക്സ്. ഞാൻ എം നോട്ട് എൻ എഞ്ചിനീയർ. പക്ഷേ ഐ റീഡ് ആൻഡ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ് ആണ്. പക്ഷേ അതല്ലാതെ ഈ പ്രൊഫസർ രമണിയുടെ ഈ വിവരണം, ഈ ഫീൽഡിൽ നടക്കുന്ന എന്താണ്, ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്ന ഗവേഷണം എന്താണ്, അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത്, അവർ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യ, ബ്ലഡ് ബാഗ് സിസ്റ്റംസ് ഉണ്ടാക്കണം. പ്ലാസ്റ്റിക് ബ്ലഡ് ബാഗ് സിസ്റ്റംസ് ലോകത്തെ 2-3 കമ്പനീസിന് മാത്രം ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ഇവർ ഇവിടെ വികസിപ്പിച്ചെടുത്ത് ഇന്ത്യയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പം ഈ ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടി റെഡിയാണിത്. ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും ഏറ്റെടുത്ത് കമർഷ്യലൈസ് ചെയ്താൽ ദേ വിൽ മേക്ക് എ മാർക്ക് ഇൻ ബയോമെഡിക്കൽ ഡിവൈസിൻ്റെ ചരിത്രത്തിൽ. ദേ വിൽ ബി ഏബിൾ ടു പുട്ട് ഇന്ത്യ ഓൺ ദ മാപ്പ് ഓഫ് ബയോമെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചർ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് എനിക്ക് ദാറ്റ് റിയലി അപ്പീൽ ടു മീ. സോ ഞാൻ ഇറങ്ങി വന്ന് ഐ ഡോണ്ട് നോ വാട്ട്, ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഞാൻ തിരിച്ച് ആശുപത്രി പോയി. ഐ വാസ് സിറ്റിംഗ് വിത്ത് മൈ മദർ. അപ്പം അമ്മ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കില്ല, അമ്മയുടെ അടുത്ത് ഇത് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അച്ഛൻ ഇടയ്ക്ക് കയറി വന്നപ്പോൾ ഞാൻ അച്ഛനായിട്ട് ഇറങ്ങി ചെന്ന് ഞങ്ങൾ വെളിയിൽ ചെന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എനിക്കൊരു ഐഡിയ, വളരെ കാഷ്വൽ കോൺവെർസേഷണൽ മട്ടിൽ ഞാനൊന്ന് IAS-ൽ ജോലി രാജിവെച്ച് ഇത് ചെയ്താലോ. പിന്നെ എനിക്ക് ഭയങ്കര സസ്പെൻസ് ആയിരുന്നു ഞാൻ ഇത്രയും പറഞ്ഞിട്ട്. ബിക്കോസ് അച്ഛൻ്റെ മറുപടി എന്തായിരിക്കും. ബിക്കോസ് ഒരു കാര്യം എൻ്റെ മനസ്സിൽ വളരെ ക്ലിയർ ആയിരുന്നു. സപ്പോസിങ് അന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ ദാറ്റ് ഇല്ല, നീ ഇങ്ങനെ ചെയ്യുന്നത് അത് ശരിയാവില്ല, നീ സർവീസിൽ തുടരണം, പിന്നെ ഇങ്ങനത്തെ ഉള്ള പ്രോജക്റ്റിനെ അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ള വേറെ പല വഴികൾ നീ ആലോചിച്ചാൽ മതി. പക്ഷേ യു കണ്ടിന്യൂ ഇൻ ദ സർവീസ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി മാറ്റർ ഇവിടെ വെൻഡിഡ്. എന്നെ സംബന്ധിച്ച് ദ സബ്ജക്റ്റ് ഇവിടെ വെൻഡിഡ്. ഐ വുഡ് ഹാവ് ഗോൺ ബാക്ക് ടു മണിപ്പൂർ. അത്രയേ ഉള്ളൂ. ഐ ആം വെരി ക്ലിയർ അബൌട്ട് ദാറ്റ്. അന്നത്തെ ജനറേഷൻ അങ്ങനെയായിരുന്നു. ഞങ്ങളെ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ പ്രകാരം പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തതും സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതും എല്ലാം ദാറ്റ് വാസ് എ സെറ്റപ്പ്, സോഷ്യൽ സെറ്റപ്പ്. ഞാൻ കംപ്ലയിൻ ചെയ്യുകയല്ല, അങ്ങനെയായിരുന്നു ലോകം. പക്ഷേ അച്ഛൻ്റെ മറുപടി അതല്ലായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിനക്ക് IAS ചേരാൻ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. നിനക്ക് PhD ചെയ്യണം. എനിക്ക് PhD ചെയ്യണമെന്നായിരുന്നു ഇക്കണോമിക്സ്. ഞാൻ റിസർച്ച് ചെയ്യുമായിരുന്നു. അപ്പം അമ്മ വന്ന് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ്റെ ഒരു ആഗ്രഹം, നീ ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു കൈ നോക്കുക, അത് വിൽ സി അത് കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ പരീക്ഷ എഴുതി, സെലക്ഷൻ കിട്ടി. പിന്നെ ഞാൻ IAS ചേർന്നു. ബിക്കോസ് ബിഗ് ഫാമിലി പ്രഷർ, സോഷ്യൽ പ്രഷർ എല്ലാം. ഐ വാസ് ഹാപ്പി ടു ഐ ജോയിൻഡ്. അപ്പോൾ ഞാൻ ഈ 6 വർഷം വർക്ക് ചെയ്തത്, പലരും എൻ്റെ ഈ തീരുമാനം, ഈ രാജിവെക്കാനായിട്ടുള്ള തീരുമാനം, പലരും ഞാൻ ഇങ്ങനെ ചില വിവരണങ്ങളൊക്കെ ചിലപ്പം ഇങ്ങനെ പീപ്പിൾ വെൻ ദേ ഡിസ്കസ്, അവർ വിചാരിക്കുന്നത് ഞാൻ എന്തോ ഈ സർവീസിൽ ഐ വാസ് സോ ഡിസ്സാറ്റിസ്ഫൈഡ് ആൻഡ് സഫോക്കേറ്റഡ് ആൻഡ് അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ശ്വാസം മുട്ടി അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരാളായതുകൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു പുറത്ത് ചാടിയ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയത് വാസ് ഓൺലി ബിക്കോസ് ഈ രമണി സാറും ഡോക്ടർ വല്യത്താനും ആയിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ എനിക്ക് എൻ്റെ മനസ്സ് തുറന്നത്, എനിക്ക് ഒരു പുതിയ സാധ്യതകളെപ്പറ്റി ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ്. ആൻഡ് എൻ്റെ അച്ഛൻ്റെ അനുവാദവും കൂടെ ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്തത്. ലോങ് ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ.
ഓൾസോ സാറ് മെൻഷൻ ചെയ്തു 1983 സാറ് സർവീസ് ക്വിറ്റ് ചെയ്തു. ആ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ ഇത്രയും ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് അല്ല. അപ്പം ആ സാറിന് അതെങ്ങനെ കോപ്പപ്പ് ചെയ്യാൻ സാധിച്ചു? സാറിൻ്റെ ഫീൽഡും അല്ല, സാറിന് ഇതിനെപ്പറ്റി നോളേജ് കുറവാന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെ ആ ഒരു ട്രാൻസിഷൻ? അപ്പം അന്ന് തന്നെ എൻ്റെ സർവീസിൽ ഞാൻ പല ജോലികളിൽ ചെയ്തിരുന്നു. അപ്പം പല കാര്യങ്ങൾ പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള അവസരങ്ങൾ എനിക്കുണ്ടായി. അങ്ങനെ ഒരു ഗുണമുണ്ട് IAS. എല്ലാ 1-2 വർഷം ജോലി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ മേഖല തന്നെ മാറും, ജോലി മാറും, ജോലിയുടെ സ്വഭാവം മാറും, അതൊക്കെ. അപ്പം പലതും പഠിക്കാനായിട്ടുള്ള ആഗ്രഹം അല്ല പഠിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ട്. അപ്പോൾ ആ അവസരങ്ങളെല്ലാം ഫുള്ളായിട്ട് ഉപയോഗിച്ച് നല്ലപോലെ വിനിയോഗിച്ച ആളാണ് ഞാൻ. എനിക്കെപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാനിവിടെ ഫോർ എക്സാമ്പിൾ സർവീസിൽ ഇവിടെ കേരളത്തിൽ ഡെപ്യൂട്ടേഷനിലായിരുന്നപ്പം 81-82 കാലഘട്ടത്തിലാണ് ഈ ഓണച്ചന്ത, മാവേലി സ്റ്റോറ് എല്ലാം തുടങ്ങുന്നത്. അന്ന് ഞാനൊരു ജൂനിയർ ഓഫീസർ, ജനറൽ മാനേജറായിരുന്നു സപ്ലൈകോയുടെ MD ആയിരുന്ന KM ചന്ദ്രശേഖർ. അദ്ദേഹം പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ ആയി. പിന്നെ അന്ന് ഒരു CPI മിനിസ്റ്റർ ഉണ്ടായിരുന്നു, E ചന്ദ്രശേഖരൻ നായർ സാറ്. അദ്ദേഹമായിരുന്നു മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വിശാലമായിട്ടുള്ള ആ കാഴ്ചപ്പാടുമൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ പൊതുവിതരണ സംവിധാനം കേരളത്തിലുള്ളതെല്ലാം മാറ്റി മറിച്ചത് ആ സമയത്താണ്. അപ്പം അന്നാണ് നമ്മൾ ഈ മാവേലി സ്റ്റോറും ഓണച്ചന്തയും ഒക്കെ തുടങ്ങിയത്. സോ ഈ പൊതുവിതരണ മേഖലയെപ്പറ്റി പരിചയമുള്ളവർക്കറിയാം, അതൊരു വലിയ ഒരു കാലഘട്ടമായിരുന്നു, വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ ഞാൻ ഒരുപാട് ബിസിനസ്സിനെ പറ്റി കുറച്ചൊക്കെ പഠിക്കാൻ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാര്യങ്ങളൊന്ന് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി അതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഫോക്കസ് ചെയ്ത് അതിലുള്ള ഡേറ്റ കളക്ട് ചെയ്ത് അതിനെപ്പറ്റി അറിയാവുന്ന പരിചയസമ്പന്നരായ വ്യക്തികളുമായിട്ട് സംസാരിക്കാനും അതിലുള്ള അവരുടെ അറിവും അവരുടെ വിസ്ഡവും എല്ലാം ശേഖരിക്കാനും ഒക്കെ ആയിട്ടുള്ള കഴിവുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം ഈ സബ്ജക്റ്റിനെ പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് I was very focused. I knew exactly what I have to do. ഞാൻ സാങ്കേതിക വിദ്യ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നെങ്കിൽ ഞാൻ ആ സാങ്കേതിക വിദ്യ ഉള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ ഹയർ ചെയ്ത് അവരെ ടീമിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോയി. സാർ ഇപ്പം കേരളത്തിൽ കേരളം ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾക്ക് വളരാൻ നല്ല ഒരു സ്ഥലമാണെന്ന് സ്റ്റാൻഡുള്ള ഒരു ആളാണ്. അപ്പം ഇൻ ഫ്യൂ ഇയേഴ്സ് ഇന്ത്യയുടെ GDP ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും, അത് ഒരുപാട് ഗ്രോത്ത് വരും, അത് ഇറ്റ് വിൽ ഓവർടേക്ക് മെനി ഓഫ് ദി ഡോമിനൻറ്റ് കൺട്രീസ് എന്നൊക്കെ ഉള്ള പ്രഡിക്ഷൻസ് ഒക്കെ നമ്മൾ ഇപ്പോൾ കുറച്ച് ട്രെൻഡിലുള്ള ഒരു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ കേരളയുടെ ഒരു ഗ്രോത്ത് എന്തായിരിക്കും? കേരളയുടെ ഒരു GDP എന്തായിരിക്കും? ഇപ്പം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഈസ് അബൌട്ട് 6.5-7% അപ്രോക്സിമേറ്റ്ലി. ഇപ്പം കുറച്ച് സ്ലോ ഡൗൺ ഉണ്ടെന്ന് പറയുന്നു ലാസ്റ്റ് ക്വാർട്ടറിലൊക്കെ. പക്ഷേ അത് ആഗോള ചില ഡെവലപ്മെൻറ്റ്സ് കാരണമാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോഴും സപ്പോസ് ടു ബി ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ്. ചൈന കുറച്ച് പിന്നിലാണ്, ഇന്ത്യ ഇറ്റ് ഈസ് ബിലോ 5%. പക്ഷേ ദീസ് 2 countries are far ahead of all the other countries. Western countries എല്ലാം, most of them, European G7 countries are in recession, which means the growth will be almost 0 or 1% or 0.5% again. Germany is in recession and Japan is stagnant. US is growing but very slow, very low rate of growth. അപ്പം ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഇസ് എ ഷൈനിങ് ഒരു ഇക്കോണമിയാണ് ഇന്ന്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ഈസ് ഗ്രോയിങ്. പക്ഷേ കഴിഞ്ഞ 24 വർഷം, ഞാൻ പറയുന്ന 2000 ആണ്ട് തൊട്ട് ഇന്ന് വരെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ വളർച്ച നമ്മൾ പരിശോധിച്ചാൽ യു വിൽ ഫൈൻഡ് ദറ്റ് കേരള ഹാസ് ബീൻ ആക്ച്വലി ഗ്രോയിങ് ഫാസ്റ്റർ ദൻ ദ നാഷണൽ ഇക്കോണമി. കണക്കുകൾ ഇത് പലർക്കും അതിശയം തോന്നും, പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത് ചർച്ച ചെയ്യുന്നില്ല.
2000 ആണ്ടിൽ കേരളത്തിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 77 ലക്ഷം കോടി 77,000 കോടി രൂപയായിരുന്നു 2000 ആണ്ടിൽ. 2023 അത് 11 ലക്ഷം കോടി രൂപയായി. അപ്പം 77,000 ബിക്കെയിം 11 ലക്ഷം. അപ്പോൾ അതിനർത്ഥം ഈ കാലയളവിൽ നമ്മൾ ഓരോ 7-8 വർഷം ബ്ലോക്കായിട്ട് എടുത്താൽ 2000 ആണ്ട് തൊട്ട് 2006, 2006 തൊട്ട് 2012, 2012 തൊട്ട് 2018, 2018 തൊട്ട് 2024, ഈ എല്ലാ 6 years 7 years കേരളാസ് ഇക്കോണമി വാസ് ഡബിളിങ്. അപ്പം 77,000 കോടി രൂപ ബിക്കെയിം 1.5 ലക്ഷം കോടി രൂപ, വിച്ച് ബിക്കെയിം 3 ലക്ഷം കോടി രൂപ, വിച്ച് ബിക്കെയിം 6 ലക്ഷം കോടി രൂപ, വിച്ച് ബിക്കെയിം 11 ലക്ഷം കോടി രൂപ. അപ്പം ഇപ്പം കഴിഞ്ഞ വർഷം 11 ലക്ഷം കോടി രൂപയാണ്. അപ്പം ഞാൻ പറയുന്നത് ആ ട്രെൻഡ് സ്ലോ ചെയ്യുന്നില്ല, അതേ ട്രെൻഡിലാണ് ഇക്കോണമി വളരുന്നത്. അപ്പോൾ അടുത്ത 6-8 വർഷവും അതേ പ്രതിഭാസം തുടരുമല്ലോ. അത് റീസണബിൾ അല്ലേ? 24 വർഷം ഉള്ള ഒരു വളർച്ച അതെന്തുകൊണ്ട് ഇന്ന് സഡനായിട്ട് ബ്രേക്ക് ചെയ്യണം? ഒരു കാരണവും ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇന്ന് 11 ലക്ഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 11 ലക്ഷം കോടി രൂപയായിരുന്ന കേരളത്തിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 2030-32 ആകുമ്പോഴത്തേക്ക് 22 ലക്ഷം കോടി രൂപയാവും, ഇരട്ടിയാവും. ഇറ്റ്സ് എ സിമ്പിൾ അരിത്മെറ്റിക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദി ഇക്കോണമി വിൽ ഡബിൾ. ഇൻ അതർ വേർഡ്സ്, വൺ മോർ കേരള ഈസ് ഗോയിങ് ടു ഹാപ്പൺ. അപ്പം വാട്ട് ഇറ്റ് മീൻസ് ഇസ് നമ്മുടെ ഓരോ മേഖലയിലും ദി ഓപ്പർച്യൂണിറ്റീസ് വിൽ ഡബിൾ. ഏത് സെക്ടർ എടുത്താൽ, ഇപ്പം കൺസ്ട്രക്ഷൻ സെക്ടർ എടുത്താൽ, ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് സെക്ടർ എടുത്താൽ ഹൗസിങ്ങിൻ്റെ ആവശ്യം ഡബിൾ ചെയ്യും. ട്രാൻസ്പോർട്ട് സെക്ടറിൻ്റെ നോക്കിയാൽ ട്രാൻസ്പോർട്ട് സെക്ടറിൽ ഇറ്റ് വിൽ ഡബിൾ. പിന്നെ അത് മെറ്റീരിയൽ സൈഡ്. പിന്നെ വാട്ട് അബൌട്ട് പീപ്പിൾ സൈഡ്? നമ്മളിപ്പോൾ ഹെൽത്ത് കെയർ സെക്ടർ എടുത്താൽ ആശുപത്രികളുടെ എണ്ണം ഡബിൾ ചെയ്യണം. അത് മാത്രം ഡബിൾ ചെയ്താൽ മതിയോ? ഹോസ്പിറ്റൽ ബെഡ്സ് മാത്രം ഡബിൾ ചെയ്താൽ മതിയോ? വാട്ട് അബൌട്ട് ഡോക്ടേഴ്സ്, നഴ്സസ്, അറ്റൻഡേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഫിസിയോതെറപ്പിസ്റ്റ്, ഹോം കെയർ, ഇതെല്ലാം ട്രെയിൻഡ് ആൾക്കാർ വരണം. അപ്പം ഡിമാൻഡ് കൂടുമ്പം സ്വാഭാവികമായിട്ട് വേജസ്, സാലറി വിൽ ഓൾസോ ഗോ അപ്പ്. So you're going to see a huge increase in demand for all these specialized services and a big increase in pay. Both will happen. Already the highest minimum wage in India is Kerala. നമ്മളൊരു അൺസ്കിൽഡ് വർക്കറിനെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഹയർ ചെയ്യണമെങ്കിൽ you can get for 275 rupees. That's the minimum wage. In Kerala, the minimum wage, official minimum wage is double that. It's about 500 or 600. പക്ഷേ 500-600 റുപ്പീസിന് ഒരാളിനെ കിട്ടുമോ കേരളത്തിൽ ഫോർ ഡെയിലി വർക്ക്? യു വോണ്ട് ഗെറ്റ്. 1000 രൂപയ്ക്ക് കുറഞ്ഞ് കിട്ടത്തില്ല. സോ ഇസ് ദാറ്റ് എ ഗുഡ് തിങ് ഓർ എ ബാഡ് തിങ്? ചിലരുണ്ട് ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ, ചിലർ പറയും അല്ല അത് ബിസിനസ്സുകാർക്ക് എപ്പോഴും ചിലവ് കുറയ്ക്കണം. പക്ഷേ ഫ്രം എ ഇക്കോണമി പെർസ്പെക്റ്റീവ് നല്ലതല്ലേ? ആൾക്കാർക്ക് കൂടുതൽ വേജസ് കിട്ടുന്നത് നല്ല ഒരു കാര്യമല്ലേ? ബിക്കോസ് ദെൻ ദേ ഹാവ് മോർ മണി ടു സ്പെൻഡ്. They have more money to spend on their families. They have more money to spend on the essentials for their life. And consumption is the driver of growth. അപ്പം കേരള ഇക്കോണമി അതുകൊണ്ട് is a strong, well-growing economy from a growth rate perspective. But there are other aspects which we can discuss as we go forward. ഈ ഗ്രോത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ യൂത്തിൻ്റെ ഇടയിലുള്ള മൈഗ്രേഷൻ ആണ്. സോ വെൻ വി ആർ എക്സ്പെക്ടിങ് ദ ഗ്രോത്ത് ഇൻ എ ഇയേഴ്സിനുള്ളിൽ ഡബിൾ ദ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു, ബട്ട് യൂത്ത് ഇവിടെ ഇല്ല. ഓർ ഈവൻ നമുക്ക് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു മേജർ ഒരു പ്രശ്നം പറയുന്നത് ഇനഫ് വേജസ് കിട്ടുന്നില്ല ഫോർ ദ ക്വാളിഫിക്കേഷൻ ഓഫ് വാട്ട് ദേ ഹോൾഡ് ഫോർ ദ ഡിഗ്രി ദേ ഹോൾഡ്. അപ്പം അതൊരു വലിയ ഇഷ്യൂ ആണ് കറൻ്റ്ലി എമംഗ് ദി യങ്സ്റ്റേഴ്സ്. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താ ഒരു? അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് വി ഷുഡ് ലുക്ക് അറ്റ് ദ ഡാറ്റ. ബിക്കോസ് ഇതിൽ ആക്ച്വലി ഒരുപാട് ഡാറ്റയിൽ ഈ ഡാറ്റ അല്ല, ഈ അനക്ഡോട്ടലി നമ്മൾ മാധ്യമങ്ങളിലും നമ്മുടെ ചർച്ചകളിലും തീർത്ഥയുടെ ചോദ്യത്തിലും ഒക്കെ ഉള്ള ഈ അനക്ഡോട്ടൽ ഡാറ്റ, ഇൻഫർമേഷനിൽ ഉള്ള വൈരുദ്ധ്യങ്ങൾ ആണ് പുറത്തു വരുന്നത്. ഫോർ എക്സാമ്പിൾ,
ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം കുറേ പേര് പുറത്തു പോകുന്നത്. ബട്ട് ദർ ഇസ് സം ഓപ്പർച്യൂണിറ്റി ഹിയർ ഫോർ 35 lakh migrant workers to come. ഇന്ത്യയുടെ ഹയസ്റ്റ് നമ്പർ ഓഫ് മൈഗ്രൻ്റ് വർക്കേഴ്സ്, ഫസ്റ്റ് പ്രിഫറൻസ് ഫോർ ദം ഇന്ത്യയിൽ എവിടെങ്കിലും മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈസ് ടു കേരള, ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. ദേ ഗെറ്റ് ദ ഹയസ്റ്റ് വേജസ് ഹിയർ ഇൻ കേരള, ദേ ഗെറ്റ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഹിയർ ഇൻ കേരള. സമൂഹത്തിൽ അവരെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്, ഉപദ്രവിക്കില്ല, അങ്ങനെ ഉള്ള ഡേഞ്ചർ അങ്ങനെയൊന്നുമില്ല. ആൻഡ് ദേ ആർ ഹാപ്പി, ദേ ബ്രിങ് ദ ഫാമിലീസ് ഓൾസോ ഹിയർ. അപ്പോൾ 35 ലക്ഷം മൈഗ്രൻ്റ് വർക്കേഴ്സ് ഇവിടെ വരണമെങ്കിൽ അവർക്ക് തൊഴിലുള്ളതുകൊണ്ടല്ലേ അവരിവിടെ വരുന്നത്. ആൻഡ് എന്തൊരു വിരോധാഭാസമാണ്, ഇവിടുന്ന് കുറേ മലയാളീസ് ആർ ലീവിങ് സെയിങ് ഇവിടെ ജോലിയില്ല. പക്ഷേ 35 ലക്ഷം പുറത്ത് നിന്നുള്ളവർ ആർ കമ്മിങ് thousands of miles ടു വർക്ക് ഹിയർ. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ്, വേറെ ഒരു വൈരുദ്ധ്യം, ഇവിടെ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് ദ ഹയസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് ഞാൻ കണക്ക് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പലരും കോട്ട് ചെയ്യുന്ന ഫിഗേഴ്സ് 27% യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ്, 30% യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ്. ഞാൻ പറയുന്നത് ആ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ തീർത്ത ഹൗ ഈസ് അവർ സൊസൈറ്റി ഈവൻ കണ്ടിന്യൂയിങ് ടു ഫങ്ഷൻ? 27-30% യൂത്ത് ആർ അൺഎംപ്ലോയിഡ് എന്ന് പറഞ്ഞ്, യൂത്ത് എന്ന് പറഞ്ഞ് എന്താണ് അവരുദ്ദേശിക്കുന്നത്? 17 to 29 ഏജിലുള്ള 30% ഓഫ് ദ പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ്. മീൻസ് ദിസ് സൊസൈറ്റി വിൽ ബി a society filled with violence. There will be no peace. There will be no business will be able to work. Because unemployed people will be all over agitating. Do you see anything like that here? No. Number one. Number two, വഴിയിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ എവിടെങ്കിലും കൂട്ടം ആയിട്ട് ഓരോരുത്തർ അൺഎംപ്ലോയിഡ് ആയിട്ട് ജസ്റ്റ് ഹാങ്ങിങ് അറൗണ്ട് ഡൂയിങ് നത്തിങ്. Can you see anywhere? No. I have not seen. I don't know. I may be missing this figure. നിങ്ങൾ എൻ്റെ കാഴ്ച കുറവുണ്ടോ വല്ലോ, ഐ മേ ബി മിസ്സിങ്. ഐ ഹാവ് നോട്ട് സീൻ ദിസ്, ഈ ഒരു പ്രതിഭാസം. തേർഡ്, ഞാനിവിടെ 1-2 പ്രൊഫഷണൽ അസോസിയേഷൻസ് ആൻഡ് ഏജൻസീസ്, ഐ എം എ മെമ്പർ ഓഫ് മെനി ഓഫ് ദീസ് അസോസിയേഷൻ. അതിൽ പലരും പറയുന്നത് വെൻ ദേ അഡ്വർടൈസ് ഫോർ ഇൻറ്റേൺസ്, ഗ്രാജുവേറ്റ്സ് ആണ്, ബട്ട് ദേ വാണ്ട് ആ ഗ്രാജുവേറ്റ്സ്, fresh graduate as interns, and they are going to pay well. They are going to pay 15,000 rupees, 20,000 for intern. They don't get applications. Why? Because everybody, അവർ ഓരോ കോളേജുകളിൽ വിളിക്കുമ്പം everybody is placed in a job. അപ്പോൾ അതെന്തൊരു വിരോധാഭാസമാണ്? ആളിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നു ഫോർ ഇൻഡസ്ട്രീസ്, സോ ദേ ഹാവ് ടു ഇറക്കുമതി ചെയ്യണം പുറത്ത് നിന്ന്. ആൻഡ് ചിലർ കോട്ട് ചെയ്യുന്ന ഫിഗേഴ്സ് ഇവിടെ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ട്. സോ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ കൊണ്ട് ഐ തിങ്ക് ദിസ് ഹോൾ ഡാറ്റാബേസ് നീഡ്സ് ടു ബി എക്സാമിൻഡ്, ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് ഗിവിങ് എ വെരി മിസ്ലീഡിങ് പിക്ചർ. ഇറ്റ്സ് നോട്ട് ആൻ ആക്യുറേറ്റ് പിക്ചർ. ഐ എം നോട്ട് സേയിങ് ദറ്റ് വി ഷുഡ് ഓൾ സേ ദറ്റ് ദർ ഇസ് നോ അൺഎംപ്ലോയ്മെൻറ്റ് ഹിയർ ഇൻ കേരള. അതല്ല ഞാൻ പറയുന്നത് if we connect the dots like this, it presents a picture which is not that of Kerala. So, number one. Number two, youth are all leaving Kerala because ചില മാധ്യമങ്ങളിലും ചില വേദികളിൽ ചില സെമിനാർസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ യൂത്ത് ആർ there is a vote of no confidence in the future of Kerala. അതുകൊണ്ടാണ് അവരെല്ലാം സ്ഥലം വിടുന്നത്. അപ്പം I looked at the data. There are very few national studies which show interstate comparisons. And there was one study which was conducted by, and it was published in the Times of India. Adil 8 leading states sending students overseas, sending young people overseas. The top 8 states, Kerala is not even in the list. Okay. And number 1 state edanariyo? Gujarat. Number 2 state, Maharashtra. Number 3 state, Telangana. Number 4 state, Tamil Nadu. Number 5 state, Karnataka. Kerala is not in the list. അപ്പം ഇതെല്ലാം വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് ആണോ ഓൺ ദോസ് സ്റ്റേറ്റ്സ്? അവിടെ നിന്നുള്ള യങ്സ്റ്റേഴ്സ് പുറത്തു പോകുന്നതുകൊണ്ട്
നോബഡി സേസ് ദാറ്റ്. അവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് വൈ ആർ വി ബിൽഡിംഗ് ദിസ് നാരറ്റീവ് ഹിയർ വെൻ അവർ നമ്പർ ഓഫ് പീപ്പിൾ ലീവിങ് ഇസ് മച്ച് സ്മോളർ ദാൻ ഓൾ ദി അതർ സ്റ്റേറ്റ്സ്, ബട്ട് വി മേക്ക് ഇറ്റ് ഔട്ട് ടു ബി എ ബിഗ് ഡിസാസ്റ്റർ. സോ ഞാൻ പറയുന്നത്, it is a fact people are leaving and going for studies, and some people want to stay also and don't want to come back. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. It is nothing special to Kerala. The number one state sending people to the United States is Telangana, is Andhra Pradesh, is Gujarat, not Kerala. And illegal migrants who are, Mexican border ചെന്ന് ഈ പുഴ കടന്ന് എങ്ങനെങ്കിലും രാത്രിയിലൊക്കെ പോയി, ആൻഡ് സം പീപ്പിൾ ഡൈ. ഇൻഫാക്ട് വൺ ഹോൾ ഗുജറാത്തി ഫാമിലി ഫ്രോസ് ടു ഡെത്ത് ഇൻ ദെയർ കാർ വെൻ ദേ വർ ട്രൈങ് ടു കം ഫ്രോം കനേഡിയൻ ബോർഡറിൽ നിന്ന് അമേരിക്ക ഇല്ലീഗലി കയറാനായിട്ടൊക്കെ. ഐ ഹവ് നെവർ ഹേർഡ് അബൌട്ട് എനി മലയാളി ഇൻ ദാറ്റ് ക്രൗഡ്. സോ ദേ ആർ നോട്ട് ദാറ്റ് ഡെസ്പറേറ്റ് ടു ഗോ ബൈ ഇല്ലീഗൽ മൈഗ്രേഷൻ മെത്തേഡ്സിൽ. They are trying to go by the legal route. Malayalis in the general approach, by the legal route they go. So ഞാൻ പറയുന്നത് ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഈ വികസനത്തിൽ ഒരു ഏർലി സ്റ്റേജിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വികസിത രാജ്യങ്ങളിലേക്ക് ജോലി തേടി നല്ല വേതനം എന്താ പറയുക മനസ്സിൽ കണ്ടുകൊണ്ട് നല്ല ജോലി നല്ലൊരു ഭാവി കണ്ടുകൊണ്ട് പോകുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. ലോകത്തെല്ലായിടത്തും നടന്ന കാര്യങ്ങളാണ്. യൂറോപ്പിൽ നിന്ന് അവിടുത്തെ എന്താ പറയുക സഹിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് ഒക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് അമേരിക്കയിലേക്ക് പോയത് അവർ. ഫസ്റ്റ് യൂറോപ്യൻ മൈഗ്രൻസ് വെന്റ് there because of that, and or they went to Australia and colonized and went to. Migration happens always because of വളരെ ടൈറ്റ് കണ്ടീഷൻസ് ഇൻ ദ ഹോം കൺട്രി. അപ്പോൾ ഈ ഹോം കൺട്രിയിൽ ഇന്ത്യയുടെ വികസനം, വി വർ എ പുവർ കൺട്രി ആൻഡ് വി വർ ഡെവലപ്പിംഗ് വെരി സ്ലോലി. പക്ഷേ നൗ ഡെവലപ്മെൻറ്റ് ഹാസ് പിക്ഡ് അപ്പ്. അപ്പം ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഇതൊരു ആഗോള പ്രതിഭാസം. ഇത് പിന്നെ സ്വാഭാവികമായിട്ട് ഇത് സ്ലോ ഡൗൺ ചെയ്ത് ഫൈനലി ഈവൻ ദ റിവേഴ്സ് മൈഗ്രേഷൻ വിൽ ഹാപ്പൻ ലൈക്ക് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് ചൈന. ഒരു കാലത്ത് ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ പേരെ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിലേക്ക് അയച്ചത് ചൈന ആയിരുന്നു. ഇപ്പം ഇന്ത്യ ഹാസ് ഓവർടേക്കൻ ചൈന, വിച്ച് മീൻസ് വൈ? ബിക്കോസ് ചൈനീസ് നമ്പേഴ്സ് ഹവ് കം ഡൗൺ. വൈ ഹാസ് ചൈനീസ് നമ്പേഴ്സ് കം ഡൗൺ? ബിക്കോസ് ചൈനയിലെ യൂണിവേഴ്സിറ്റീസിൻ്റെ റേറ്റിംഗ്സ് ഹാവ് ഇംപ്രൂവ്ഡ്. ചൈനയുടെ യൂണിവേഴ്സിറ്റീസ് ആർ നൗ ഹൈലി റേറ്റഡ്. ടോപ്പ് 10 യൂണിവേഴ്സിറ്റീസും ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിലും പല ചൈനീസ് യൂണിവേഴ്സിറ്റീസ് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അപ്പം ചൈനക്കാർ ആലോചിക്കുന്നത്, ഇപ്പോൾ സിംഗ്ഹ്വാ യൂണിവേഴ്സിറ്റിയിൽ $4,500 അവിടെ ഒരു വർഷത്തെ ട്യൂഷൻ എന്താ ചിലവ് അതാണെങ്കിൽ, വൈ ഷുഡ് ഐ പേ $45,000 ടു ഗോ ടു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി വിച്ച് ഇസ് റാങ്ക്ഡ് ബിലോ സിംഗ്ഹ്വാ യൂണിവേഴ്സിറ്റി? അതൊരു വിരോധാഭാസമല്ലേ? If I am going to get a better education in an Indian university, say Ashoka University അല്ലെങ്കിൽ IIT അല്ലെങ്കിൽ IIM ലൊക്കെ, if I am going to get a better education and the fee is say ഇപ്പം $3,000-4,000 നമ്മൾ 84 കൊണ്ട് ഗുണിച്ചാൽ you will get a figure. അതിൻ്റെ 10 മടങ്ങാണ് if you want to go to a good American university. Why should I go there when I can get that? പക്ഷേ ആ സ്റ്റേറ്റ് നമ്മളെ എത്തിയിട്ടില്ല. അതിന് ദി ഡിമാൻഡ് ഫോർ ഗുഡ് എഡ്യൂക്കേഷൻ ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ദി സപ്ലൈ ഓഫ് ഗുഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അതുകൊണ്ടാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് പുറത്തു പോകുന്നത്.